സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. സ്വർണ്ണത്തിൽ എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ഇനി ഏതിൽ നിക്ഷേപിക്കുന്നതാണ് ലാഭമെന്ന് പരിശോധിക്കാം. ഗോൾഡ് കോയിൻ ആണ് വാങ്ങുന്നതെങ്കിൽ ജ്വല്ലറി അപേക്ഷിച്ച് മേക്കിംഗ് ചാർജ് കുറവാണ്. ഫിസിക്കലായി കൈവശം വെക്കാനും പറ്റും. പക്ഷേ 3% വരെ നിങ്ങൾ GST അടയ്ക്കേണ്ടി വരും. ഇത് വിൽക്കുമ്പോൾ 2% വരെ നഷ്ടവും സംഭവിക്കാം. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഗോൾഡ് ജ്വല്ലറി. കല്യാണം, ഗിഫ്റ്റ്, ബ്യൂട്ടി ഒക്കെയാണ് മെയിൻ പർപ്പസ് എങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി പരിഗണിക്കുമ്പോൾ ജ്വല്ലറി ശരിക്കും നഷ്ടമാണ്. 8-35% ആണ് മേക്കിംഗ് ചാർജ് വരുന്നത്. അതിന് 3% GSTയും മേക്കിംഗ് ചാർജിൽ 2% GSTയും ആകെ മൊത്തത്തിൽ 5% GST നിങ്ങൾ കൊടുക്കേണ്ടി വരും. സ്റ്റോറേജും ഒരു പ്രശ്നമാണ്. ഗോൾഡ് ജ്വല്ലറി ഇൻവെസ്റ്റ്മെൻറ്റായി പരിഗണിക്കുന്നത് അത്ര ലാഭകരമല്ല. ഇനി ഗോൾഡ് ETF ആണെങ്കിൽ ഇതിൽ GST ഒന്നുമില്ല. ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ബ്രോക്കറേജ് ഫീസ് വരുന്നുള്ളൂ. RBIയുടെ എല്ലാ മന്ത് ഓഡിറ്റും ഉറപ്പുള്ളത് കൊണ്ട് പ്യൂരിറ്റിയിലും സേഫ്റ്റിയിലും ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് വെറും 100 രൂപ മുതൽ വാങ്ങിക്കാനും പറ്റും. മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഡിജിറ്റൽ ഗോൾഡ്. Paytm, ഫോൺപേ പോലുള്ള ആപ്പുകൾ വഴി 100 രൂപ മുതൽ വാങ്ങാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിനെ ഫിസിക്കലി ഗോൾഡാക്കി വാങ്ങിക്കാനും പറ്റും. പക്ഷേ 3% GST ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. ഇത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ചെറിയൊരു ചാർജും അടയ്ക്കേണ്ടതുണ്ട്. ആപ്പിലൂടെ സിമ്പിളായിട്ട് വാങ്ങിയാലും ചാർജുകൾ കൂടുതലാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു സോവറിൻ ഗോൾഡ് ബോണ്ട്. ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 2.5% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ബോണ്ട് പീരീഡായ 8 വർഷമൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനും ടാക്സും ഇതിലില്ല. അവിടെയാണ് ഇത് ഏറ്റവും നേട്ടമുണ്ടാക്കുന്നത്.